കഥ ഇവിടെ തുടങ്ങേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ കഥ പറയാന്ന്. ജനിച്ചത് 90കളിൽ ഒരു മാർച്ച് 10-നാണ്. ഒരു വെളുപ്പാങ്കാലത്ത് നിന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം പൊടിക്കൊച്ചായത് കാരണം എനിക്കപ്പോൾ ഓർമ്മയും ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. കറുത്ത് തടിച്ച് ഒരു ഉണ്ടച്ചി കുട്ടി എന്നാണ് എല്ലാവരും പറയണത്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാരും അച്ചാച്ചന്മാരും അമ്മാമ്മയും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അങ്ങനെ കേട്ടാ. എനിക്കറിയില്ല. പണ്ടേ എനിക്ക് എണ്ണക്കറുപ്പായിരുന്നു. പണ്ടത്തെ ഫോട്ടോ ഒന്ന് നോക്കാൻ തന്നെ എനിക്ക് വളരെ മടിയായിരുന്നു. അപ്പോൾ അന്ന് ജനിച്ചത് അമ്മയുടെ വീട്ടിൽ ആദ്യത്തെ കൊച്ചായിട്ടും അപ്പൻ്റെ വീട്ടിൽ 16 17 എത്രാമത്തേക്ക് നമ്പറായിട്ടാണ്. അവിടെ ഇഷ്ടംപോലെ പേരക്കിടാങ്ങളുണ്ട്. 10 മക്കളല്ലേ. അവിടെയൊക്കെ ജനിച്ച് കാലം പോയ പോക്കിൽ ഞാനും വളർന്ന് 6 വയസ്സ് വരെയും എനിക്ക് സുവർണ കാലഘട്ടമായിരുന്നു. എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നുന്ന എൻ്റെ സുവർണ കാലഘട്ടം. അച്ചാച്ചന്മാരും അമ്മാമ്മയും മേമയും പേപ്പനും പിന്നെ ഷാനിയാൻ്റെയും വിജയാൻ്റെയും പിന്നെ പ്രീതാൻ്റെയൊക്കെ വന്ന് എനിക്ക് താഴെ 9 പേരുമായിട്ടുള്ള സുന്ദര കുടുംബം. 6 വയസ്സ് വരെ എനിക്കിപ്പോഴും എന്നോട് തന്നെ അസൂയ തോന്നും. ഞാൻ പിന്നെ ഒന്ന് ചെറുതായിരുന്നെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് അവരുടെയൊക്കെ കൂടെ ഇരിക്കായിരുന്നല്ല. അന്ന് ഞാൻ അവർക്ക് മാലാഖയായിരുന്നു. മാലാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനത്ത് അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാലും എല്ലാ അച്ചാച്ചന്മാരും എനിക്ക് കൊണ്ടുതരുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. മനുഷ്യന്മാരുടെ ഉള്ളിൽ തുറന്ന് നോക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ്റെ അപ്പം കിടപ്പിലായിരുന്നു. അപ്പാപ്പനെ എന്നെയും കൂടെ ഒരുമിച്ച് നോക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ എന്നെ അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരുന്നത്. അന്ന് എൻ്റെ അപ്പനും അമ്മയെന്നൊക്കെ പറയണത് എനിക്ക് എല്ലാ ആഴ്ചയും കോമ്പളാൻ കൊണ്ടുതരുകയും കടവിൽ കൊണ്ടുവരുത്തി സവാള വടയും ചായയും മേടിച്ചു തരുന്ന വിരുന്നുകാരാണ്. പക്ഷേ എനിക്കെല്ലാം അമ്മാമ്മയും അച്ചാച്ചന്മാരായിരുന്നട്ടാ. ഇതൊക്കെ പറയാൻ ഒരുപാട് സമയം ഒരുപാട് നേരവും വേണം. പക്ഷേ ഇവിടെ നേരം കുറവല്ലേ, 1-2 മിനിറ്റ് കിട്ടും. അന്ന് പപ്പ അമ്മയൊക്കെ വിദൂര സ്വപ്നങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അന്ന്, അതായത് കല്യാണം കഴിയുന്നവരെ മനസ്സ് തുറന്നിരുന്നത് എൻ്റെ അമ്മാമ്മനോടായിരുന്നു. പിന്നെ മേമനോടും. അതൊക്കെ വരും വഴിയേ പറയാം. കാരണം എൻ്റെ ലക്ഷറികളെല്ലാം എനിക്ക് തന്നിരുന്നത് അവരാണ്. നല്ല ഡ്രസ്സായാലും ആഗ്രഹങ്ങളായാലും ചെരുപ്പായാലും ഉടുപ്പായാലും എല്ലാം അവരുടെ വകയായിരുന്നു. അപ്പം ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായി. കഥ ഇവിടെ തുടങ്ങേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ കഥ പറയാന്ന്. ജനിച്ചത് 90കളിൽ ഒരു മാർച്ച് 10-നാണ്. ഒരു വെളുപ്പാങ്കാലത്ത് നിന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം പൊടിക്കൊച്ചായത് കാരണം എനിക്കപ്പോൾ ഓർമ്മയും ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. കറുത്ത് തടിച്ച് ഒരു ഉണ്ടച്ചി കുട്ടി എന്നാണ് എല്ലാവരും പറയണത്.